ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. സിന്ധു ഫോൺ നോക്കിയതും ഞെട്ടാണ്. അതിൽ വന്ന മെസ്സേജിൽ OTP അയാൾ പറഞ്ഞതുപോലെ തന്നെ 0505 എന്നാണ്. അപ്പോൾ തന്നെ ഇന്ദു പറയാണ്, നീലട്ടാ, അയാൾ ഫോണിൽ ഈ നമ്പർ തന്നെയാണ് പറഞ്ഞത്. നേരാണോ ഇന്ദു? അതെ. ഇതെന്തിനാ അയാൾ പറഞ്ഞത് ഈ നമ്പർ? അത് അറിയില്ല. അയാൾ ഓട്ടോയുടെ നമ്പറാണിത് എന്ന് പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് സോറി എന്തോ ഓർമ്മയിൽ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ക്യാഷ് ഡെബിറ്റ് ആയത്. എന്തോ ഇത് ബാങ്കിൻ്റെ OTPയാ, ഓട്ടോ നമ്പറാണെന്ന് പറഞ്ഞ് അയാൾ തന്നെ ചതിച്ചതാടോ. എന്തോ അതും പറഞ്ഞ് കരയാണ്. അതുപോലും തനിക്ക് മനസ്സിലായില്ലല്ലോ. അയാൾ പ്ലാൻ ചെയ്ത് തന്നെ പറ്റിച്ചതാ. കണ്ടിട്ട് ഒരു പാവാണെന്ന് തോന്നി നീലട്ടാ. നീലൻ തിരിച്ചു ചോദിക്കുകയാണ്, അതെന്താ? പാവങ്ങളുടെ മുഖത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? ആളെ കണ്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അയ്യോ, ഞാനിപ്പോൾ എന്താ നീലട്ട ചെയ്യുക? 35,000 രൂപ ഇന്ന് ഞാൻ EMI അടക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. സാരമില്ല, പോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇന്ദു, നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? സൈബർ ക്രൈം എന്ന് പറഞ്ഞൊരു വിങ് തന്നെ ഇതിനുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം, വാ. ഏതോ ഒരു ബാങ്കിലെ അക്കൗണ്ടിലേക്കല്ലേ ഈ പൈസ അയച്ചിരിക്കുന്നത്. അത് വെച്ച് അവർ കണ്ടുപിടിച്ചോളും. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഇന്നാ ഇത് പിടിച്ചോ, പെട്ടെന്ന് വണ്ടി എടുക്കുക. രണ്ടുപേരും പെട്ടെന്ന് വണ്ടിയും എടുത്തു പോയി. അതേസമയം ആ പൈസ മോഷ്ടിച്ച അയാൾ ഒരു സ്ഥലത്ത് സേഫായി നിൽക്കുകയാണ്. അയാളെ ഏൽപ്പിച്ച ആളെ കാത്തിരിക്കുകയാണ്. പിന്നെ അയാൾ നല്ല സത്യസന്ധനായിട്ട് തന്നെ ഏൽപ്പിച്ചയാളെ വിളിക്കുകയാണ്. വിളിച്ചയാൾ വന്നു. മറ്റാരും ആയിരുന്നില്ല, അത് നമ്മുടെ രാധികയായിരുന്നു. വാ മേഡം. ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്തല്ലോ അല്ലേ? അത് ചെയ്തു. അവൾക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. ഒരിക്കലും തോന്നിയിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ക്യാഷ് ബാങ്കിൽ നിന്ന് പോയതുപോലും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി ബാങ്കിൽ നിന്ന് വല്ല മെസ്സേജും വന്നാലേ അവരറിയൂ. അത് നന്നായി. പ്രായമായെങ്കിലും ആളിമിടിക്കനാണല്ലോ, രാധി അയാളെ നോക്കി പറയാം. ഇതിരിക്കട്ടെ, ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നോ? വന്നു മേഡം. നിങ്ങൾ ഒരു 5,000 രൂപ എടുത്തിട്ട് ബാക്കി എനിക്ക് ട്രാൻസ്ഫർ ചെയ്. 10,000 തന്നൂടെ? കുറച്ച് റിസ്ക്കുള്ള പണിയായിരുന്നു. ശരി, 7,500 എടുത്തോ. വലിയ ഉപകാരം മേഡം. ഇതുപോലെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ആരും അറിയാതെ കൈകാര്യം ചെയ്തോളാം. അത് വേണ്ട, എനിക്ക് ഇത് ഒരു സ്ഥിരം പണിയല്ല. ഇത് ക്യാഷിന് വേണ്ടി ചെയ്തതുമല്ല. ഇത് വേറൊരു കുടുംബത്തെ തകർക്കാൻ വേണ്ടി ചെയ്തതാ. വേറൊരു കുടുംബ പ്രശ്നം. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പോകുന്നു. അയാൾ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ രാധി വീണ്ടും വിളിക്കുകയാണ്, ഒന്ന് നിന്നേ അവിടെ. എന്താ? എന്നെ കണ്ടതോ എന്നോട് സംസാരിച്ചതോ ഒന്നും ആരോടും പറയരുത്. ഇവിടെ ഇപ്പോൾ നടന്നത് ഇപ്പം തന്നെ മറന്നേക്ക്. എന്നാൽ ശരി മേഡം. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. ആയിക്കോട്ടെ മേഡം. പിന്നെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഈ പരിസരത്തേക്കൊന്നും വന്നേക്കരുത്. ശരി മോളെ. നിങ്ങൾ പറ്റിച്ചയാൾ നിങ്ങളെ പറ്റി കറങ്ങി നടക്കുന്നുണ്ടാവും അന്വേഷിക്കാൻ വേണ്ടി. അത് ശരിയാ മേഡം. ഞാനിവിടെ നിന്ന് സ്ഥലം വിടുക മേഡം. ഇതുപോലെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉടനെ ഇങ്ങെത്തും. പോടോ, പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? പോട്ടെ മേഡം. ഓക്കെ മേഡം. നിൻ്റെ അക്കൗണ്ടിൽ കിടന്ന കാശ് നീ അറിയാതെ ഞാനങ്ങ് മുക്കി. ഇനി നീ EMI എങ്ങനെ അടക്കും എന്നെനിക്ക് അറിയണം. ഇനി ഇതുപോലെ ഓരോരോ പണികൾ പുറകെ വരുന്നുണ്ട്. പൊറുതിമുട്ടി അവസാനം നീ തന്നെ നീലേട്ടനെ ഉപേക്ഷിച്ച് കണ്ടം വഴി ഓടും. ഇന്ദു, ഇതാ ഞാൻ പറഞ്ഞ സൈബർ ക്രൈമിൻ്റെ ഓഫീസ്. അവിടെ കണ്ട പോലീസിനോട് നീലൻ പറയാണ്, സാർ, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എന്താ കാര്യം? ഇവളുടെ ഓട്ടോയിൽ കയറിയ ഒരാൾ ഒരു കോൾ ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ചു. ഫോൺ വാങ്ങിച്ചതിന് ശേഷം അതിലുള്ള ബാങ്ക് ബാലൻസ് അടിച്ചു മാറ്റി മുഴുവനായിട്ട്. ഇതുപോലെ ഓരോ ദിവസവും ഇവിടെ ഒരു 10-40 കേസ് വരാറുണ്ട്. ഇൻസ്പെക്ടർ അകത്തുണ്ട്, നിങ്ങൾ ചെന്ന് കാര്യം പറയും. അങ്ങനെ അവർ രണ്ടുപേരും സൈബർ ക്രൈം ഓഫീസിലേക്ക് പോയി. ഇന്ദു, താൻ വാ. അപ്പോൾ പോലീസ് വേറൊരു ആളുമായിട്ട് സംസാരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ പരാതി എഴുതി വാങ്ങിച്ചോളാം. പക്ഷേ കാശ് തിരിച്ച് കിട്ടുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതെന്താ സാർ അങ്ങനെ? അതാ അവിടെ ഇരിക്കുന്നവരെ കണ്ടോ, അവർക്ക് 5 ലക്ഷം നഷ്ടപ്പെട്ടത്. ഞങ്ങൾ മഹേശ്വര ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ പറഞ്ഞു തരൂ. പിന്നെ തന്ത്രപൂർവ്വം OTPയും വാങ്ങിച്ചെടുത്ത് പണവും പൊക്കി ആള് മുങ്ങി. ഒരാഴ്ചയായി ഇതിൻ്റെ പുറകെ നടക്കുന്നു.
അപ്പോൾ ക്യാഷ് കിട്ടില്ലേ? ഇതൊക്കെ കണക്കാടോ. ആ അവിടെ ഇരിക്കുന്ന ആളെ കണ്ടോ? അയാൾക്ക് 3 ലക്ഷം. ഇനി ആ സ്ത്രീക്ക് 1 ലക്ഷം. കുവൈറ്റിലുള്ള ഭർത്താവ് 1 ലക്ഷം അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തതാ. ഫോൺ ചെയ്ത് കാർഡിലുള്ള 16 നമ്പർ ചോദിച്ചിരിക്കുന്നു. കാര്യം എന്താണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവർ ക്യാഷ് കൊണ്ടുപോയി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വെറും ഒരു 37,000 രൂപയല്ലേ? ഓരോരുത്തർ 1-2 മാസമായി നടക്കുന്നു. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ ഇത് പ്രതീക്ഷിച്ചിരിക്കൊന്നും വേണ്ട. ചെല്ല്, നിങ്ങളുടെ പണികൾ നടക്കട്ടെ. ഇതിലേക്ക് എഴുതിക്കോ. പിന്നെ നീലൻ വിളിക്കാണ് ഇന്ദു. അപ്പോൾ തന്നെ ഇന്ദു ആ പേപ്പറും പേനയും വാങ്ങിച്ചിട്ട് എഴുതി. ഇവിടെയും കൂടി ഒരു സൈൻ ചെയ്ത് ഇനി അവിടെ ഒപ്പിട്ടിട്ട് അതിൻ്റെ അടിയിൽ ഫോൺ നമ്പറും എഴുതിക്കോ. അത്രയേ ഉള്ളൂ. നിങ്ങൾ പോയിക്കോളൂ, കിട്ടിയാൽ ഞാൻ പറയാം. ശരി, ബാ ഇന്ദു. നന്ദി. പുറത്തിറങ്ങിയിട്ട് നീലകണ്ഠൻ പറയാണ്, ഇന്ദു താനിത് ആലോചിച്ച് തലമുണ്ണാക്കണ്ട, വിട്ടേക്ക്. എന്നിട്ട് മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുക. എന്തായാലും 2-3 ദിവസം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. EMI അടക്കാൻ 1 ദിവസം ഉണ്ടല്ലോ, അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒപ്പിക്കാന്നേ. വീട് ഇന്ദു. അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോണിൽ ഒരു കോൾ വന്നത്. അപ്പോൾ തന്നെ ഇന്ദു ചോദിക്കുകയാണ് നീലനോട്, ഇതാരാ? ഏതോ നമ്പറിൽ നിന്നുള്ള കോളാ, വേഗം ആ കോള് അറ്റൻഡ് ചെയ്യും. ഓ, അപ്പോൾ അപ്പുറത്തുനിന്ന് വിളിക്കുന്നത് നിയമോളാണ്. ഇന്ദു അമ്മേ. അപ്പോഴാണ് നിയമോളെക്കുറിച്ച് ഇന്ദു ഓർക്കുന്നത്. നിയമോളെ? നിയ? ഇതെന്താ പുതിയ ഏതോ നമ്പറിൽ നിന്നാണല്ലോ വിളിക്കുന്നത്? എവിടെയാ മോളിപ്പോൾ? സ്കൂളിലാ. നിയമോളെ, മോളെന്തിനാ കരയുന്നേ? എന്താ നിയമോള് ഈ സമയത്ത് വിളിക്കാൻ? അയ്യോ, നിയക്കുട്ടിയുടെ സ്കൂളിൽ ഇന്ന് പേരൻസ് മീറ്റിംഗ് ആയിരുന്നല്ലോ. ഈശ്വരാ, മറന്നല്ലോ. അയ്യോ. അപ്പോൾ ഇന്ദുമതി വിളിക്കുകയാണ്, നിയ നീ കാര്യം എന്താണെന്ന് പറ. എന്താ ഇന്ദു അമ്മ ഇതുവരെ വരാത്ത? അവൾ പറഞ്ഞ് കരയാണ്. എവിടെയാ മോളെ? എവിടെയാ ഞാൻ വരണ്ടേ? അതിനുശേഷം അവളുടെ കയ്യിൽ നിന്ന് ഫോൺ നീലകണ്ഠൻ വാങ്ങിച്ചു. ഇന്ദു അമ്മേ, ഞാനിന്നലെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് ഇന്ദു അമ്മയും അപ്പയും കൂടെ എൻ്റെ കൂടെ സ്കൂളിൽ വരുമെന്ന് പറഞ്ഞതല്ലേ? അയ്യോ സോറിടാ നിയമോളെ, അമ്മയുടെ അടുത്ത് ആ കാര്യം മറന്നുപോയി. മോളെ, ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടുപോയി. കാര്യം വേറെയും ടെൻഷനിൽ ഉള്ളത് കൊണ്ടാണ് മോളെ. സോറി മോളെ. എൻ്റെ മോളിപ്പോൾ എവിടെയാ? സ്കൂളിൽ. ഇന്ദു അമ്മ വരുമെന്ന് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാവരും വന്നിട്ട് പോയി. ഓരോ പേരൻസ് വരുമ്പോഴും ഞാൻ ഇന്ദു അമ്മയാണോ അപ്പയാണോ എന്ന് ഇറങ്ങി നോക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ മാത്രം വന്നില്ല. സോറിയടാ, മറന്നുപോയടാ. എല്ലാ ഫ്രണ്ട്സിൻ്റെയും പേരൻസ് വന്നിട്ട് പ്രോഗ്രസ് കാർഡ് വാങ്ങിയിട്ട് പോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മിയുടെ ഫോണിൽ നിന്നാണ് ഈ വിളിക്കുന്നത്. ഇവരും പോയി കഴിഞ്ഞാൽ ഞാനും മിസ്സും മാത്രമേ ഉണ്ടാവൂ. ഇനി 15 മിനിറ്റ്സും കഴിഞ്ഞാൽ മിസ്സും പോവും. നിയമോളെ, എൻ്റെ പൊന്നല്ലേ, അമ്മ കുറച്ച് ടെൻഷനായതുകൊണ്ടാണ്. അച്ഛനും അമ്മയും കൂടി ഒരു 10 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിക്കോളാം. ഇല്ലേട്ടാ, അവൾ കട്ട് ചെയ്തു. സാരമില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. പാവല്ലേ നിയമോള്, ടീച്ചേഴ്സൊക്കെ ഉണ്ടാവോ? അതാ മോളല്ലേ, അത് പുറത്ത് തന്നെ ഉണ്ട്. എന്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ നിയമോളോട് സംസാരിക്കാൻ പോയതാണ്. നിയമോൾ ദേഷ്യത്തിലാണ്, ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്ത് പറ്റി? അമ്മയോട് ദേഷ്യമാണോ? മോളെ നിയ, മിസ്സിൻ്റെ അടുത്ത് പോയപ്പോൾ മിസ്സ് പറയാണ്, ഇരിക്കേ. ഞങ്ങളാണ് മാം, നിയയുടെ പേരൻസ്. അപ്പോൾ തന്നെ മിസ്സ് ചോദിക്കുകയാണ്, ഇപ്പോഴാണോ വരാൻ കണ്ടത്? നിങ്ങളുടെ മീറ്റിംഗ് 12 മണിക്കായിരുന്നു. എന്നാൽ ഇപ്പം മണി 3 കഴിഞ്ഞു. ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഡയറിയിൽ എഴുതി കൊടുത്തിരുന്നതല്ലേ? നിങ്ങളുടെ ഫോണിൽ മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ വന്നില്ലല്ലോ. 2 മാസത്തിൽ ഒരിക്കൽ 2 മണിക്കൂറെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്കാവില്ലേ? ഇല്ലൻ പറയാണ്, അങ്ങനെയല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കരുതി നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരു 2 hours മാറ്റി വെക്കാൻ പറ്റില്ലേ? പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവരുടെ ഫ്യൂച്ചറിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിയ, നിങ്ങളാണ് ആദ്യം എത്തുക എന്ന് പറഞ്ഞിട്ട് അവൾ രാവിലെ തൊട്ടേ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഫസ്റ്റ് വാങ്ങിച്ചതിന് എല്ലാവരുടെ മുമ്പിലും ക്ലാപ്സ് വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾ മാത്രമല്ലേ ഇവിടെയുള്ളൂ, ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എല്ലാം പോയി. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നീലൻ വിളിക്കുകയാണ്, മാഡം പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയി. ശരിക്കും വലിയൊരു പ്രശ്നമായിപ്പോയി. നിയമോളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങാൻ ഞങ്ങൾക്കും വലിയ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പാവം ചൈൽഡ് മിസ് ദ വുമൻ. ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? എനിവേ, ഇതാണ് റിപ്പോർട്ട് കാർഡ്. ഷീ ഈസ് ദ റിയലി ഡൂയിങ് വെൽ. ഇംഗ്ലീഷിൽ ക്ലാസ് ഫസ്റ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. സന്തോഷത്തോടെ വിളിക്കുകയാണ്, നിയ
നിയ അവളെ തിരിഞ്ഞു നോക്കിയില്ല. നീലകണ്ഠൻ, നിങ്ങളെയും മോളെയും എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. ഇവരല്ലേ നിയയുടെ പുതിയ ചെറിയമ്മ? ഇവരല്ലേ നിങ്ങളിവരെ കല്യാണം കഴിച്ചു വന്നേ? പക്ഷേ നിങ്ങൾ നിയമോളുടെ അച്ഛനല്ലേ? ഉത്തരവാദിത്വത്തോടു കൂടി ഇതെല്ലാം ഓർക്കേണ്ടത് നിങ്ങളായിരുന്നില്ലേ? ഓക്കെ, ഇതാ ഇതിലൊന്ന് സൈൻ ചെയ്തേ. ശരി എന്നാ. ഓക്കെ, നിങ്ങൾ നിയയെ വിളിച്ചുകൊണ്ട് പോയിക്കോളൂ. എനിക്കും പോകാൻ സമയമായി, പോട്ടെ. മിസ്സിൻ്റെ സംസാരം കേട്ട് ഇന്ദുവിന് വല്ലാത്ത വിഷമായി. ഇന്ദു അവിടെ നിന്ന് കരയാണ്. ശരി എന്നാ, അടുത്ത പ്രാവശ്യമെങ്കിലും സമയത്തിന് എത്താൻ നോക്ക്. ഞാൻ ഇറങ്ങുമോ എന്ന് പറഞ്ഞ് മിസ് ഇറങ്ങി. നിയമോളും പെട്ടെന്ന് തന്നെ ബാഗും ചുമലിൽ ഇട്ടുകൊണ്ട് ഇറങ്ങി താഴെ നിന്നു. മിനിറ്റ് ഇന്ദു, നിയക്കുട്ടി കുട്ടി ഒന്ന് നിൽക്ക് മോളെ. സോറി മുത്തേ, അപ്പയും അമ്മയും സത്യമായിട്ടും ഒരു വലിയ പ്രശ്നത്തിലായിരുന്നടാ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സമയത്തിന് വരാൻ പറ്റാഞ്ഞത്. പെട്ടെന്ന് തന്നെ നിയമോൾ ചോദിക്കുകയാണ്, അപ്പയെ ഇന്ദു അമ്മേൻ്റെ ചെറിയമ്മ ആയതുകൊണ്ടാണോ പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കാൻ വേണ്ടി വരാനിരുന്നത്? ഇന്ദുവിന് ആ ചോദ്യം വല്ലാത്ത വിഷമത്തിലാക്കി. അങ്ങനെയൊന്നും അല്ല മോളെ, എൻ്റെ മിസ് അങ്ങനെയാണല്ലോ ഇപ്പോൾ പറഞ്ഞേ. മിസ് ദേഷ്യം കൊണ്ട് പറഞ്ഞതാവും എൻ്റെ മോൾ, അതൊന്നും മനസ്സിൽ വെക്കണ്ട. ഇന്ദു അമ്മയ്ക്ക് മോള് ജീവനാണെന്ന് മോൾക്ക് തന്നെ അറിയുന്നതല്ലേ മോളെ. ഞാൻ മോളുടെ അമ്മയല്ലേ. ആ ടീച്ചർ ചെറിയമ്മ എന്ന് പറഞ്ഞാൽ അത് മോളങ്ങ് വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് ഇന്ദു അമ്മ വരാഞ്ഞേ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചതിന് ആരും ക്ലാപ്പ് അടിക്കുമെന്ന് മിസ് എന്നോട് പറഞ്ഞിരുന്നതാ. അവസാനം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾ വന്നേ. കുട്ടി ലേറ്റ് ആയത് എന്താണെന്ന് അപ്പോൾ പറഞ്ഞതല്ലേ. മോൾ എന്താ അതൊന്നും മനസ്സിലാക്കാത്തേ? മോളെ സോറി, ഇങ്ങ് വന്നേ. എൻ്റെ അടുത്തേക്ക് വാ പ്ലീസ് മോളെ. പ്ലീസ് മോളെ വാ. നിയ, അപ്പോഴേക്കും നിയ തിരിഞ്ഞ് നടക്കുകയാണ്, അവളുടെ അടുത്തേക്ക് പോവാതെ. നമ്മൾ ഒന്നും നോക്കാതെ നേരെ ഓട്ടോയിൽ പോയി കയറുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ദുവിനോട് നീലം പറയാണ്, ഇന്ദു അത് വിട്, അവൾ ടീച്ചർ എന്തോ പറഞ്ഞതുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളുന്നേ. പിന്നെ ഇന്ദു, ആ ടീച്ചർക്ക് നിയമോള് എൻ്റെ സതിച്ചേച്ചിയുടെ മോളാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇന്ദു. ഞാനല്ലേ മോളെ കൊണ്ടുവന്ന് ചേർത്തേ, അതുകൊണ്ട് അവളുടെ അച്ഛൻ ഞാനാണെന്ന് കരുതിയിരിക്കുന്നത്. താൻ വിഷമിക്കല്ലേ. ടീച്ചർമാരാകുമ്പോൾ അങ്ങനെ പലതും പറയും. നീലേട്ടാ, തെറ്റ് ഞാനാണല്ലോ ചെയ്തത്. നമുക്കിനി അതൊക്കെ വീട്ടിൽ ചെന്ന് സംസാരിക്കാം. താൻ പെട്ടെന്ന് വാ. വാ ഇന്ദു. രുക്മിണിയമ്മ പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവർ കയറി വന്നതിന് ശേഷം നിയമോളോട് ഇന്ദു പറയാണ്, നിയമോളെ ബാഗിങ് തന്നെ. നിയമോള് ഒട്ടും കൂസൽ വെക്കാതെ അകത്തേക്ക് കയറിപ്പോവാണ്. ഇന്ദു, സാരയില്ല, താനിനി അതാലോചിച്ച് നിൽക്കണ്ട. കുറച്ചു നേരം കഴിയുമ്പോൾ ദേഷ്യമൊക്കെ മാറിയിട്ട് അവൾ തന്നെ തൻ്റെ അടുത്തേക്ക് വന്നോളൂ. രുക്മിണിയമ്മയുടെ അടുത്തേക്കാണ് പോയത്. രുക്മിണിയമ്മ അവളോട് ചോദിക്കുകയാണ്, മോളെ നീയ, മോൾക്ക് വിശക്കുന്നുണ്ടോ? അമ്മമ്മ പോയി സ്നാക്സ് എടുത്തുകൊണ്ട് വരട്ടെ? ഇത് പറ്റി എൻ്റെ മോൾക്ക്. എന്നെ വിട് അമ്മമ്മേ. അവൾ ദേഷ്യത്തോടെ രുക്മിണിയുടെ കൈയും തട്ടി മാറ്റി. എനിക്ക് ഒന്നും വേണ്ട മോളെ. നിയമോളെ അവിടെ നിൽക്കും മോളെ. എന്താ ഇന്ദു, മോൾക്ക് എന്ത് പറ്റി? മോളെന്താ ഇത്രയും ദേഷ്യത്തിൽ പോകുന്നേ? അറിയില്ലാതെ അവൾ ദേഷ്യപ്പെടാറില്ലല്ലോ. കാര്യം ഞാൻ പറയാം. സ്കൂളിൽ ഞങ്ങൾ ലേറ്റായിട്ടാണ് ചെന്നത്, അതിൻ്റെ ദേഷ്യ. എനിക്ക് തോന്നിയിരുന്നു, അത് കാര്യമാക്കണ്ട. കുറച്ച് നാളുകളായിട്ട് പെട്ടെന്നാണ് അവൾക്ക് ദേഷ്യം വരുന്നത്. നീലകണ്ഠൻ്റെ മോൾക്കിപ്പോൾ മൂക്കത്താ ദേഷ്യം. ഇതുപോലെ അന്ന് ലഞ്ച് ബോക്സിൽ 2 ചപ്പാത്തി വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വിശന്നാലോ എന്ന് കരുതി ഞാൻ 3 എണ്ണം വെച്ച് പോയി. ഇന്ന് വീട്ടിൽ വന്നതും അവളുടെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. ഇരിക്കട്ടെ, നിയമോള് ഇന്ന് രാവിലെ 12 മണിക്ക് പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതായിരുന്നല്ലോ. എന്നിട്ട് എന്താ എന്തോ നീ മറന്നത്? സമയത്ത് പോവാതിരുന്നത് എന്താ? ഇത് ചെയ്യാനാ? അത് വേറൊരു പ്രശ്നത്തിനിടയ്ക്ക് ഇതങ്ങ് മറന്നുപോയി. എന്താ പ്രശ്നം? എന്താന്ന് പറ. ആണെന്ന് പറയുന്തോ. ആണോ മുഖത്തിനൊരു വാട്ടം? അമ്മേ, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അമ്മ വിഷമിക്കണ്ട. അല്ല, വീട്ടിൻ്റെ അടവിന്ന് അവസാന ദിവസം അതിൻ്റെ പണമൊക്കെ അടച്ചില്ലേ നീ? അതിലിനി വല്ല പ്രശ്നം ഉണ്ടായോ? അമ്മേ. അല്ല, തിരിച്ചടവ് കൃത്യമായിട്ട്. അമ്മേ, പെട്ടെന്ന് നീലകണ്ഠൻ കയറിയിട്ട് പറയാണ്, അമ്മേ അതൊക്കെ അടച്ചു. അപ്പോഴേക്കും രാധി അവിടെ വന്ന് നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അവരുടെ സംസാരം കേട്ട് സന്തോഷിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. See you all.